എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ ഈ പിറകിൽ കാണുന്നത് ചാലക്കുടിയുടെ കായിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു കെട്ടിടമാണ്. ഇത് ചാലക്കുടിയിലെ ഇൻഡോർ സ്റ്റേഡിയമാണ്. സംസ്ഥാന കായിക വകുപ്പ് പ്രത്യേക ഇടപെടൽ നടത്തി നഗരസഭയൊക്കെ സ്ഥലം വിട്ടുകൊടുത്ത് അങ്ങനെ പണിതിട്ടുള്ളൊരു സംഭവമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡോർ സ്റ്റേഡിയം അത് ചാലക്കുടിയിൽ വന്നത് തന്നെ വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകൾ മുഴുവൻ വിവാദങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസുകൾ നടക്കുന്നു, കടബാധ്യതകൾ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ, അതായത് നെഗറ്റീവ് സംഭവങ്ങളാണ് മുഴുവനും വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് കായിക മേഖലയ്ക്ക് വളർച്ചയാകേണ്ട സംഭവം എങ്ങനെയാണ് കായിക മേഖലയ്ക്ക് വളർച്ച ഉണ്ടാക്കി കൊടുത്തതെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇവിടെ നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗരസഭ സംഘടിപ്പിച്ച കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്രീനിൽ ഇവിടെ കാണിച്ചുകൊണ്ടൊരു പരിപാടിയിലാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത്. മറ്റ് കായിക മേഖലയുടെ വേദികളായിട്ടുണ്ടെങ്കിൽ തന്നെയും വലിയ പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. പൊടിശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാരണം ഇതിൻ്റെ ഫ്ലോറ് വുഡൻ പാനൽ ചെയ്യണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം എന്നും വിവാദങ്ങളിലാണ്. ചാലക്കുടി നഗരസഭയുടെ ഈ പറയുന്ന ഇൻഡോർ സ്റ്റേഡിയം എന്നും വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഇടയിലാണ് ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളുണ്ടായ മോഷണത്തെപ്പറ്റി വലിയ വാർത്ത വരുന്നത്. ഈ മോഷണം അറിയുന്നത് തന്നെ തൊട്ടപ്പുറത്തുള്ള CCF കേന്ദ്രം തീപിടിച്ചപ്പോഴാണ്. ഈ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഉപയോഗിക്കാൻ പറ്റാത്തതിലുള്ള ഒരു സംഗതി അന്വേഷിച്ചപ്പോഴാണ് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇതിൽ വലിയ വിലമതിക്കുന്ന സംഗതികളെല്ലാം മോഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇന്ന് എവിടെയാണ്? യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഈ കെട്ടിടത്തിൻ്റെ, ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉത്തരവാദിത്വവും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നഗരസഭയിലാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭയാണ് ഇതിൻ്റെ മേൽനോട്ടം ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ. പൂട്ട് പൊളിക്കാതെയും വാതിൽ പൊളിക്കാതെയും വളരെ വിദഗ്ധമായിട്ടുള്ള മോഷണം വന്നുണ്ടായതിനു ശേഷം നഗരസഭാ ചെയർമാൻ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് അറിവുള്ളവർ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും പിടിക്കാനോ മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനോ ഒന്നും ഇതുവരെ ഒരു ഇടപെടലും നടന്നിട്ടില്ല. അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ചിലരെ പിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലെ ടാപ്പുകൾ മുറിച്ച് മാറ്റിയ, ടാപ്പുകൾ മോഷ്ടിച്ച വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനത്തിൻ്റെ സംഗതികൾ അടിച്ചു മാറ്റിയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് യാതൊരുവിധ കാര്യവും അറിവായിട്ടില്ല. ഞാനിത് ഊന്നിപ്പറയാൻ കാരണം അന്ന് ചെയർമാൻ പറഞ്ഞിരുന്നത് ഇത് കൃത്യമായ അറിവുള്ളവരാണ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഇതിൻ്റെ താക്കോൽ ആരിലാണ് നിക്ഷിപ്തമായിട്ടുണ്ടായിരുന്നത്? നഗരസഭയിലാണ്. ഞാനിത് വീണ്ടും പറയാൻ കാരണം എന്നറിയോ? ഇപ്പോൾ വീണ്ടും ഈ ഇൻഡോർ സ്റ്റേഡിയം വാർത്തകൾ ഇടം പിടിച്ചു കഴിഞ്ഞു. എന്താ സംഭവം എന്നറിയോ? മേപ്പിൾ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്താണ് മേപ്പിൾ ഫ്ലോറിംഗ്? വുഡൻ ഫ്ലോറിംഗ്, അതായത് തറയിൽ തടി പാകുന്ന പ്രവൃത്തികൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. 40 ദിവസത്തിന് തന്നെ പൂർത്തിയാക്കും. ഏകദേശം 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോടുകൂടി ചെയ്യുന്നൊരു പരിപാടിയാണ്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇത്തരം കോടികളും ലക്ഷങ്ങളും ചെലവഴിച്ച് പണിയുന്ന ഒരു സംവിധാനം അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കയ്യിലാണ് അതിൻ്റെ താക്കോൽ ഏൽപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനത്തിൻ്റെ ഗതി വന്ന പോലെ പൂട്ട് പൊളിക്കാതെയും വാതിൽ പൊളിക്കാതെയും ഈ സാധനങ്ങളൊക്കെ ഊരിക്കൊണ്ടുപോയ മാതിരി ഈ തറയിൽ വിരിച്ച ഈ തടിക്കഷ്ണങ്ങളും വലിച്ചു പറിച്ച് കൊണ്ടുപോകാം ആർക്കും സാധിക്കുമല്ലോ. കാരണം ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം? അപ്പോൾ ഞാൻ ദയവ് ചെയ്ത് പറയുകയാണ്, സനീഷ് കുമാർ ജോസഫിൻ്റെ ഇടപെടൽ, MLA സനീഷ് കുമാർ ജോസഫിൻ്റെ ഇടപെടൽ ഈ കാര്യത്തിൽ വളരെ നിർണായകമായി ഉണ്ടായിട്ടുണ്ട്. ഈ ഫണ്ട് അനുവദിക്കുന്നതിലൊക്കെ വലിയ നിർണായകമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യം, ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾ തന്നെ ഇതിൻ്റെ താക്കോല് സൂക്ഷിക്കുക, അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ സെക്രട്ടറിയോ മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം ഏതെങ്കിലും കഴിവുള്ളവരെ ഏൽപ്പിക്കുക. വെറുതെ ഷോ വർക്ക് കാണിച്ചെടുക്കുന്ന ആൾക്കാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് മുന്നിൽ കിടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ്. ഇതുവരെയായിട്ടും ഈ ലക്ഷങ്ങൾ സംഗതികൾ വില വരുന്ന ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റി സാധനങ്ങളുടെ മോഷ്ടാക്കളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏത് അറിവുള്ളവർ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ ചെയർമാൻ ഭരണത്തിലിരിക്കുന്ന സമയത്ത് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഈ 1 കോടി രൂപയുടെ മേപ്പിൾ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരുന്നത്. ഇത് ജനങ്ങളുടെ കാശാണ്. ഈ വുഡ് ആൻഡ് ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ടുള്ള ആർജവത്വവും കഴിവും തൻ്റെ ഇടവുമുള്ള ആളുകളെ അത് ഏൽപ്പിക്കുക. MLA സനീഷ് കുമാർ ജോസഫിന് ഈ നാടിനോടും നാട്ടുകാരോടും ഒരു കടമയുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഇതിൻ്റെ മുഴുവൻ പണികളും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് തോന്നിയോണം ഇട്ടുകൊണ്ട് കൊടുത്ത് ആർക്കും ഒരു ഉത്തരവാദിത്തമുള്ള ആളുകളുടെ കയ്യിൽ ഇതിൻ്റെ താക്കോൽ ഏൽപ്പിച്ച് കൊടുത്തു പോകാൻ സംസ്ഥാന കായിക വകുപ്പും ഇതിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ മേപ്പിൾ ഫ്ലോറിംഗ് എന്തായാലും നല്ലതാണ്. കായിക മേഖലയ്ക്ക് ചാലക്കുടിയുടെ പങ്കൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒട്ടേറെ കായിക പ്രതിഭകളെ വളർത്തിയെടുത്തിട്ടുള്ള, ഇതിൻ്റെ പേര് തന്നെയുള്ള ML ജേക്കബ് എന്ന് പറയുന്ന വലിയ ഫുട്ബോൾ പ്ലെയർ, അതുപോലെ എത്ര ഫുട്ബോൾ പ്ലെയർ. അപ്പോൾ അങ്ങനെ അത്രയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ളൊരു പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണായിട്ട് നിൽക്കുന്ന ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉത്തരവാദിത്തം കഴിവുള്ളവരെ ഏൽപ്പിക്കുക. ഒപ്പം ഈ ലക്ഷങ്ങൾ, ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റി സാധനങ്ങളുടെ കളവ് എവിടം വരെ ആയി എന്നുള്ളത് നാട്ടുകാർ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണുമ്പോൾ ചോദിക്കുന്നത് നല്ലതാണ്. നന്ദി, നമസ്കാരം.